മാക്സിയോണിന്റെ HSA മാത്സ് ക്വസ്റ്റ്യൻ സീരീസ് 4ന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒരു പെട്ടിയിൽ 4 വെള്ള, 3 കറുപ്പ്, 2 ചുവപ്പ്, 1 നീല ബോളുകൾ ഉണ്ട്. 4 ബോളുകൾ അനിയതമായി എടുക്കുന്നു. എടുത്ത ബോളുകൾ വ്യത്യസ്ത നിറത്തിലുള്ളതാകാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ നമ്മൾക്ക് തന്നിരിക്കുന്നത് ഒരു ബാഗ് ഉണ്ട്. അതിനകത്ത് നമ്മൾക്ക് 4 വൈറ്റ് ബോൾസ് ഉണ്ട്, 3 ബ്ലാക്ക് ബോൾസ് ഉണ്ട്, 2 റെഡ് ബോൾസ് ആൻഡ് 1 ബ്ലൂ ബോൾസ് അല്ലെ? ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനകത്ത് നിന്ന് 4 ബോളുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റാൻഡം ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്ന 4 ബോളുകളും വ്യത്യസ്ത കളറുകളാവാനുള്ള സാധ്യതയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 4 കളറുകളെ നമ്മൾക്കുള്ളൂ. അപ്പൊ ഓരോന്നിൽ നിന്നും ഒരു റെഡ് ബോൾ, ഒരു ബ്ലൂ ബോൾ, ഒരു ബ്ലാക്ക് ബോൾ, ഒരു വൈറ്റ് ബോൾ, ഇങ്ങനെ കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? സോ പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു ടോട്ടൽ. അപ്പൊ നമ്മൾക്ക് 4 വൈറ്റ് ബോളുകളിൽ നിന്നും എനിക്ക് എത്ര കിട്ടണം? ഒരു വൈറ്റ് ബോൾ കിട്ടണം. അതിനുള്ള പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു 4C1. 4 എണ്ണത്തിൽ നിന്നും 1 എടുക്കാനുള്ളത്. ആൻഡ് അടുത്തത് 3 ബ്ലാക്ക് ബോളുകൾ ഉണ്ട്. അതിനകത്ത് നിന്നും എനിക്ക് 1 എടുക്കണം. അടുത്തത് 2 റെഡ് ബോളുകൾ ഉണ്ട്. അതിനകത്ത് നിന്നും 1 എടുക്കാം. ആൻഡ് ഒരു ബ്ലൂ ബോളിൽ നിന്ന് ഒരു ബ്ലൂ ബോൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് 10 എണ്ണം അല്ലെ? ടോട്ടൽ നമ്മളെടുത്ത് എത്ര ബോളുകൾ ഉണ്ട്? 10 ബോളുകളാണുള്ളത്. ഈ 10 ബോളുകളിൽ നിന്നും 4 ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി. ഇതാണ് നമ്മൾക്ക് എന്ത് തരിക? നമ്മൾക്ക് 4 വ്യത്യസ്ത നിറങ്ങളിലുള്ള ബോളുകൾ കിട്ടാനുള്ള സാധ്യത തരുന്നുണ്ടാവുക. സോ 4C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? 4 തന്നെ. 3C1 എന്ന് പറയുമ്പോൾ 3, 2C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആൻഡ് 1. സോ 10C4 എന്ന് പറയുമ്പോൾ 10 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 factorial into 10 minus 4 factorial, that is 6 factorial അല്ലെ? So that will be equal to 4 into 3 into 2 divided by 10 factorial by 6 factorial എന്ന് പറയുമ്പോൾ remaining 7 into 8 into 9 into 10 divided by 1, 2, 3 and 4. So നമ്മൾക്ക് cancel out ചെയ്യാം, maximum cancel out ചെയ്യാം. So 3യും 3യും ഇവിടെയും cancel out ചെയ്യാം. So this will be equal to 5 അല്ലെ? സോ ദാറ്റ് ഈസ് 4 ഡിവൈഡഡ് ബൈ 35 എന്ന് നമ്മൾക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. P of A is equal to 1/2 raised to I ആണ്. യൂണിയൻ I from 1 to infinity AI equal to S ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നമ്മൾക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവും ആണ്. അങ്ങനെയാണെങ്കിൽ P of S ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ P of S, എസിനകത്തുള്ള ഈച്ച് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ എ ഐകളാണ്. സോ P of യൂണിയൻ I from 1 to infinity എ ഐകളുടെ പ്രോബബിലിറ്റി ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് അവർ എന്ത് തന്നിട്ടുണ്ട്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്ന് തന്നിട്ടുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? P of A1 പ്ലസ് P of A2 പ്ലസ് P of A3 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലെ? സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇതിൽ ഇൻഫിനിറ്റി ആണ്. സോ എക്സെട്ര അതങ്ങനെ പോകും. സോ P of A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ? P of AI എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ തന്നിരിക്കുന്നത്? 1/2 raised to I ആണ്. സോ ദാറ്റ് ഈസ് P of A1 എന്ന് പറയുമ്പോൾ 1/2 raised to 1, that is 1/2. So that is 1/2 എന്നുണ്ടാവും. ആൻഡ് A2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവും? 1/2 raised to 2. So 1/2 the whole square. P of A3 എന്ന് പറയുമ്പോൾ 1/2 the whole cube plus etc. ഇങ്ങനെ ഉണ്ടാവും. സോ ഇതിന്റെ വാല്യൂ, ഇതിന്റെ സം വാല്യൂ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. സം കണ്ടുപിടിക്കാനായിട്ട് എല്ലാത്തിലും ത്രൂ ഔട്ട് ഒരു 1/2 ഉണ്ട്. സോ ഞാൻ 1/2 എന്ത് ചെയ്തു? കോമൺ ആയിട്ട് പുറത്തെടുത്തു. സോ 1 പ്ലസ് 1/2 പ്ലസ് 1/2 ദി ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുണ്ടാവും അല്ലെ? സോ ഇതാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ്, ഈ ഒരു ബ്രാക്കറ്റിനകത്തുള്ളത് നമുക്ക് എന്താണ്? അതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഈ ജിയോമെട്രിക് പ്രോഗ്രഷന്റെ സം എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? A/1 മൈനസ് R. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ആൻഡ് R ഇസ് ദി കോമൺ റേഷ്യോ. സോ ഒരു 1/2 ഓൾറെഡി നമ്മൾക്ക് അവിടെ ഉണ്ട്. സോ A എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഫസ്റ്റ് ടേം ഇസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/2 ബിക്കോസ് കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താണ്? 1/2കളാണ് അല്ലെ? സോ കോമൺ റേഷ്യോ വിൽ ബി ഈക്വൽ ടു 1/2 ആയിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 1/2 into 1 minus 1/2 is 1/2. So again 1/2. So that is equal to 1.
അല്ലെ. സോ ആൻസർ വിൽ ബി ഈക്വൽ ടു ഓപ്ഷൻ സി ആയിരിക്കും നമ്മൾക്ക് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പരീക്ഷയിൽ 2 പേപ്പറുകളുണ്ട്, പേപ്പർ 1ഉം പേപ്പർ 2. പേപ്പർ 1ൽ പരാജയപ്പെടാനുള്ള സാധ്യത 0.3 ആണ്. സോ നമ്മൾക്ക് ഓരോ എടുക്കാം. ഞാൻ എന്തെടുത്തു, പേപ്പർ 1ൽ പരാജയപ്പെടാൻ, പേപ്പർ 1ന് ഞാൻ എ എന്നെടുത്തു. സോ അത് പേപ്പർ 1 ആണ്. ആൻഡ് പേപ്പർ 2ന് ഞാൻ ബി എന്നും എടുത്തു. ഓക്കെ. സോ പേപ്പർ 1ൽ പരാജയപ്പെടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.3. സോ പേപ്പർ 1 പരാജയപ്പെടാനുള്ള ഇവന്റ് എ എന്ന് ഞാൻ എടുക്കുന്നത് പേപ്പർ 1ൽ ഫെയിൽ ആവാനുള്ളതാണ് ഞാൻ എ എന്ന് എടുക്കുന്നത്. സോ പി ഓഫ് എ വിൽ ബി ഈക്വൽ ടു 0.3. ഇനി ബി എന്ന് പറയുന്നത് പേപ്പർ 2 ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി ആണ് ഇവന്റ് എന്ന് പറയുന്നത്. സോ പി ഓഫ് ബി വിൽ ബി ഈക്വൽ ടു എന്താണ് തന്നിരിക്കുന്നത്, പേപ്പർ 2ൽ 0.2. സോ ഒരു വിദ്യാർത്ഥി പേപ്പർ 2ൽ പരാജയപ്പെട്ടിരിക്കുമ്പോഴുള്ള പേപ്പർ 1ൽ പരാജയപ്പെടാനുള്ള സാധ്യത 0.6 ആണെങ്കിൽ, അല്ലെ, അതായത് തന്നിരിക്കുന്നത് എന്താ, 1ൽ പരാജയപ്പെട്ടു, അല്ലെ, രണ്ടാമത് ഗിവൺ, അല്ലെ, എ ഗിവൺ ബി ആണ് നമ്മൾക്ക് അവിടെ തന്നിരിക്കുന്നത്. ബി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തു, എ അങ്ങനെയാണെങ്കിൽ, അല്ലെ, അതായത് പേപ്പർ 2ൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പേപ്പർ 1ൽ പരാജയപ്പെടാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് നമ്മൾക്ക് എത്രയാ തന്നിരിക്കുന്നത്, 0.6 ഇതാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്, 2ലും പരാജയപ്പെടാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ 2ലും പരാജയപ്പെടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എ ഗിവൺ ബി, അല്ലെ, കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഇക്വേഷൻ അറിയാം. പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്, അല്ലെ. സോ പി ഓഫ് എ ഇന്റർസെക്ഷൻ, ഇവിടെ നിന്ന് നമുക്ക് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം, കാരണം ബാക്കിയെല്ലാം നമ്മൾക്ക് തന്നിട്ടുണ്ട്. സോ ജസ്റ്റ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ ബി ഈസ് 0.6 ആണ്, പി ഓഫ് ബി എന്ന് പറയുന്നത് 0.2 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.12 വരുന്നുണ്ടാവും, ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാഗ് 1ൽ 2 വെള്ളയും 3 ചുവപ്പും ബോളുകൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ബാഗുകൾ ഉണ്ട്, ബാഗ് 1ഉം ബാഗ് 2ഉം, അല്ലെ. സോ ബാഗ് 1നകത്ത് നമ്മൾക്കുള്ളത് 2 വെള്ള, അല്ലെ, 2 വൈറ്റ്, 3 ചുവപ്പുമാണുള്ളത്, അല്ലെ. ഇനി നമ്മുടെ കയ്യിൽ ബാഗ് 2 ഉണ്ട്. സോ ബാഗ് 2ൽ നമ്മൾക്കുള്ളത് എന്താണ്, 4 വൈറ്റ് ബോൾസുകളും 1 റെഡ് ബോളും ആണുള്ളത്, അല്ലെ. അനിയതമായി ഒരു ബാഗ് തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയും ചെയ്യുന്നു. അപ്പൊ റാൻഡം ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ബാഗ് തിരഞ്ഞെടുത്തു, അതിൽ നിന്നൊരു ബോൾ എടുത്തു. ആ ബോൾ വെള്ള ആണെങ്കിൽ, അപ്പോൾ നമുക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ട്, വെള്ളയാണെങ്കിൽ എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ വൈറ്റ് ആണ് എന്നുള്ളത് അറിയാം. അത് ബാഗ് 2ൽ നിന്നാവാനുള്ള സാധ്യത, അല്ലെ. സോ അപ്പൊ നമ്മൾക്ക് എന്താ ഇവിടെ കണ്ടുപിടിക്കേണ്ടത്, പ്രോബബിലിറ്റി ഓഫ്, ഓൾറെഡി നമ്മൾക്ക് വൈറ്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. സോ ഗിവൺ അത് വൈറ്റ് ആണ്. അപ്പൊ അത് ഏതിൽ നിന്നാവണം, ബാഗ് 2ൽ നിന്നാവണം, അല്ലെ. സോ ബാഗ് 2ൽ നിന്നും വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇതാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ. സോ ഇവിടെ നമ്മൾക്ക് ബാഗ് ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ. ഏത് ബാഗ്, വൈറ്റ് ബോൾ ആണ്, അത് ബാഗ് 2ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ് തിയറം ആണ്. എന്താണ് ബേസ് തിയറം എന്ന് നോക്കാം. സോ ബേസ് തിയറം നമ്മൾക്ക് പറയുന്നത് 2 ഇവന്റുകൾ നമ്മൾക്ക് ഉണ്ട് എങ്കിൽ പ്രോബബിലിറ്റി ഓഫ്, ഇപ്പൊ ഇവിടെ നമ്മൾ B2 ആയതുകൊണ്ട് B2 തന്നെ എടുക്കാം. സോ B2 ഗിവൺ W വിൽ ബി ഈക്വൽ ടു B1 B2 എന്ന് പറയുന്ന 2 ബാഗുകളുള്ള സൈമൾട്ടേനിയസ് ഇവന്റുകൾ നമ്മൾക്ക് അവിടെ ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് B2 ഗിവൺ W ആണ്, അല്ലെ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് B2 into probability of W given B2 divided by probability of B1 into probability of W given B1 plus probability of B2 into probability of W given B2. ഇതാണ് നമ്മൾക്ക് എന്ത്, ബേസ് തിയറം
പറയുന്നത്. സോ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ബേസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ഇവിടെ ബാഗ് 1 പി ഓഫ് B1 പി ഓഫ് B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ ബാഗ് 1 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ എത്ര ബാഗ് ഉണ്ട്? 2 ബാഗ് ആണുള്ളത്. അപ്പൊ ഈ 2 ബാഗ് എന്ന് പറയുമ്പോൾ ഈ രണ്ടിൽ നിന്നും ഒന്ന് ചൂസ് ചെയ്യുക, ഐദർ B1 അല്ലെങ്കിൽ നമ്മൾക്ക് B2, ഇതേ നമ്മൾക്ക് ഓപ്ഷൻ ഉള്ളൂ. സോ പ്രോബബിലിറ്റി ഓഫ് B1 പ്രോബബിലിറ്റി ഓഫ് B2 ചൂസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ആയിരിക്കും. അത് എന്തായിരിക്കും? 1/2 ആയിരിക്കും അല്ലെ? അതാണ് നമ്മൾക്ക് പ്രോബബിലിറ്റി ഓഫ് B1 ആൻഡ് B2. ഇനി പ്രോബബിലിറ്റി ഓഫ് W ഗിവൺ B1 കണ്ടുപിടിക്കണം. W ഗിവൺ B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് 1ൽ നിന്നും വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി. ബാഗ് 1ൽ എത്ര വൈറ്റ് ബോൾസ് ഉണ്ട്? 2 അല്ലെ? സോ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ബാഗിൽ എത്ര നമ്പർ ഓഫ് ബോൾസ് ഉണ്ട്? 5. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2/5 ആയിരിക്കും. ഇനി പ്രോബബിലിറ്റി ഓഫ് W ഗിവൺ B2 കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ബാഗ് 2ൽ നിന്നും വൈറ്റ് ബോൾ എടുക്കാനുള്ള പ്രോബബിലിറ്റി. ബാഗ് 2ൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഉണ്ട്? 4 ബോൾസ് ഉണ്ട് ഔട്ട് ഓഫ് 5 അല്ലെ? സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4/5. അപ്പൊ നമ്മൾക്ക് എന്തറിയാം? ഇതൊക്കെ നമ്മൾക്ക് അറിയാം. അതിന് ജസ്റ്റ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പി ഓഫ് B2 വിൽ ബി ഈക്വൽ ടു 1/2 ആണ്. W ഗിവൺ B2 എന്ന് പറയുന്നത് 4/5 ഡിവൈഡഡ് ബൈ P of B1 is 1/2 into P of W given B1 is 2/5 plus again P of B2 is 1/2, W given B2 is 4/5 അല്ലെ? സോ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. സോ ന്യൂമറേറ്റർ ഇസ് 4 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 4 ദാറ്റ് ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. സോ ദാറ്റ് ഇസ് 2/3. സോ ഇവിടെ നമ്മൾക്ക് ഓപ്ഷൻ സി വരും. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബേസ് തിയറം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയും ബിയും 15 മറ്റുള്ള ആളുകളുമായി ചേർന്ന് ഒരു ക്യൂവിൽ അനിയതമായി നിൽക്കുന്നു. എക്കും ബിക്കും ഇടയിൽ 2 പേർ നിൽക്കുന്നതിനുള്ള സാധ്യത എത്രയാണ്? അതായത് നമ്മളുടെ കയ്യിൽ 2 ആളുകളുണ്ട്, എയും ബിയും ഉണ്ട്. ആൻഡ് ഈ എ ഉണ്ട്, ബി ഉണ്ട്, അതല്ലാതെ 15 ആൾക്കാർ. സോ ടോട്ടൽ നമ്മൾക്ക് എത്ര പേരുണ്ടാവും? അവിടെ ടോട്ടൽ 17 ആൾക്കാർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഓൾറെഡി 15 ആൾക്കാരുണ്ട്, അവിടേക്ക് എയും ബിയും എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ടോട്ടൽ നമ്മൾക്ക് നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് 17 അല്ലെ? അതിൽ നമ്മൾക്ക് എക്കും ബിക്കും ഇടയിൽ 2 പേര് നിൽക്കാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് എ ഇവിടെ നിൽക്കുന്നു, അതിനിടയിൽ നമ്മൾക്ക് എന്ത് വേണം? 2 വേറെ ആൾക്കാർ നിന്നിട്ടാവണം ബി ഉണ്ടാവുന്നത്. അങ്ങനെ എത്ര രീതിയിൽ ഉണ്ടാവാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലെ? സപ്പോസ് ഞാൻ ഇതിന്റെ സാധ്യതകൾ നോക്കാം. എ ഞാൻ എന്തെടുത്തു? 17 പൊസിഷൻസ് ആണല്ലോ ഉള്ളത്. എനെ ഞാൻ നിർത്തുന്നത് ഫസ്റ്റ് പൊസിഷനിലാണെന്ന് വിചാരിക്കും. സോ എ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് ബിന്റെ ഇടയിൽ, എന്റെയും ബിന്റെ ഇടയിൽ 2 പേരാണ് വേണ്ടത്. അപ്പൊ ബിയുടെ പൊസിഷൻ എന്തായിരിക്കും? ബിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 2 പേര് വേണം. സോ 2, 3 അല്ലെ? അപ്പൊ 4th പൊസിഷൻ ആണ് ബിക്ക് എടുക്കാൻ പറ്റുക അല്ലെ? ഇനി എനെ ഞാൻ എവിടെ ചൂസ് ചെയ്തു? സെക്കൻഡ് പൊസിഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബിക്ക് എടുക്കാൻ പറ്റുന്ന പോസിബിലിറ്റി 5th പൊസിഷൻ അല്ലെ? ഇനി എ 3rd പൊസിഷൻ ആണ് എടുക്കുന്നത് എങ്കിലോ ബി എവിടെ എടുക്കാം? ബിക്ക് 6th പൊസിഷൻ എടുക്കാം അല്ലെ? ഇങ്ങനെ എത്ര വരെ പോകാം? ടോട്ടൽ 17 ആണ് ഉള്ളത് അല്ലെ? ഇപ്പൊ ടോട്ടൽ 17 ഉണ്ട് എങ്കിൽ എ ഞാൻ എടുക്കുന്നത് 14th പൊസിഷൻ എടുത്തു. എ 14th പൊസിഷൻ എടുക്കുമ്പോഴേക്കും ബി എവിടെ എത്തിയിരിക്കും? 17th പൊസിഷൻ എത്തിയിരിക്കും അല്ലെ? അപ്പൊ എ അതിനപ്പുറം എടുക്കാൻ പറ്റില്ല, കാരണം എക്കും ബിക്കും ഇടയിൽ 2 ആളുടെ കൗണ്ട് വേണം അല്ലെ? അപ്പൊ ഇതാണ് എക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റീസ് അല്ലെ? ഇതുപോലെ തന്നെ മറ്റൊരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. നേരെ ഉൾട്ട വരാം. അവരെന്ത് പറഞ്ഞിട്ടില്ല? എ ആദ്യം വരണം, ബി രണ്ടാമത് വരണം എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ? സോ ഇതിന്റെയൊക്കെ നമുക്ക് എന്തുണ്ടാവും? റിവേഴ്സ് പ്രോസസ്സും നമ്മൾക്ക് എന്തുണ്ടാവും? ഇവിടെ നടക്കുന്നുണ്ടാവും. അതായത് ആദ്യം ബി വരുന്നു, ബി ഫസ്റ്റ് പൊസിഷനിൽ വരുന്നു, എ 4th പൊസിഷനിൽ വരുന്നു അല്ലെ? അപ്പൊ ഇത് ടോട്ടൽ എത്ര പൊസിഷൻസ് ഉണ്ട്? ഇത് ടോട്ടൽ നമ്മൾക്കുള്ളത് 14 എണ്ണം അല്ലെ? ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ എന്ന് പറഞ്ഞ് എ 14 പൊസിഷനിൽ വെച്ചു അല്ലെ? ഇനി ഇതിന്റെയൊക്കെ ഉൾട്ട ഉണ്ടെന്ന് പറയുമ്പോൾ ഇൻറ്റു 2. സോ ടോട്ടൽ നമ്പർ ഓഫ് നമ്മൾക്ക് എത്ര ടൈപ്പിൽ, എത്ര പൊസിഷൻ, എത്ര ടൈപ്പിൽ നമ്മൾക്ക് ഇവിടെ വെക്കാം? 14 × 2 28 രീതിയിൽ നമ്മൾക്ക് എന്ത് വരാം? ഈ ഒരു രീതിയിൽ വെക്കാം അല്ലെ? സോ നമ്മുടെ പ്രോബബിലിറ്റി, റിക്വയർഡ് പ്രോബബിലിറ്റി എത്രയായിരിക്കും?
സോ റിക്വയർഡ് പ്രോബബിലിറ്റി വിൽ ബി ഈക്വൽ ടു ടോട്ടൽ നമ്മൾക്കുള്ളത് 28 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര രീതിയിലാണ് നമ്മൾക്ക് ഇവിടെ പൊസിഷൻസ് വെക്കാൻ പറ്റുന്നുണ്ടാവുക. എക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന എത്ര പൊസിഷൻസാ? എക്ക് 17 പൊസിഷൻസ് അല്ലെ. എ ഫില്ല് ചെയ്യാൻ പറ്റുന്നത് 17 പൊസിഷൻസ് ഫില്ല് ചെയ്യാം. കാരണം ടോട്ടൽ നമ്പർ ഓഫ് പൊസിഷൻസ് 17. ആൻഡ് ബിക്ക് എത്ര പൊസിഷൻസ് ഫില്ല് ചെയ്യാം? 16 പറ്റുള്ളൂ. കാരണം എ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പം എ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ജനറലൈസ്ഡ് ആണ് പറയുന്നത്, ഈ ഇടയിൽ രണ്ടുപേരുള്ളതല്ല, അല്ലാതെ ടോട്ടൽ നമ്മൾക്ക് എത്ര രീതികൾ എന്നുള്ളത്. അപ്പം എക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ എന്ന് പറയുമ്പോൾ 17 into 16 ഉണ്ടാവും. കാരണം എ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബിക്ക് നിൽക്കാനുള്ള പൊസിഷൻസ് 16. സോ 28 ഡിവൈഡഡ് ബൈ 17 into 16 ആണ്. സോ ദാറ്റ് ഈസ് 7 ഡിവൈഡഡ് ബൈ 68 ആണ് നമ്മൾക്ക് എന്ത് വരിക, ഇതിന്റെ പ്രോബബിലിറ്റി വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾക്ക് പ്രോബബിലിറ്റി റിലേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു എക്സാം സീരീസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു.